ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രസേനൻ നമ്മുടെ രൂപ എടുത്തും അതുപോലെ തന്നെ സോൺ എടുത്തും നോണ പറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടോ. ഹോസ്പിറ്റലിൽ തന്നെ രൂപയും സോണി ഞെട്ടിപ്പോവാണ് കിരണിന്റെ അവസ്ഥ കാണുമ്പോഴേക്കും. അപ്പൊ കിരൺ പറയണ്ടേ, എനിക്ക് ഓർമ്മശക്തി ഇല്ലെന്നാണ് എല്ലാവരോടും പറയേണ്ടത്, ഞങ്ങള് ശത്രുവായിട്ട് കാണുന്ന എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അയാളും അത് രാഹുൽ എന്ന് പറഞ്ഞ ആളും പ്രകാശനും വിക്രം ഒക്കെ സന്തോഷിക്കട്ടെ, എന്റെ ഓർമ്മശക്തി പോയി എന്ന് പറയുമ്പോഴേക്കും അവർ ഒരുപാട് സന്തോഷിക്കും. അവർക്ക് സന്തോഷം കൊടുക്കാമേ, പക്ഷെ ഇത് അവരുടെ അവസാനത്തെ സന്തോഷമായിരിക്കും എന്നൊക്കെ കിരൺ പറയണ്ട കേട്ടോ. അങ്ങനെ വിക്രം ഓടി വന്നിട്ട് പ്രകാശിനോടും അതുപോലെ തന്നെ രാഹുലിനോടും പറയണ്ട്, അതേ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വലിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ന്യൂസോ? എന്ത് ന്യൂസാ? അവന്റെ തലയ്ക്ക് ശരിക്കും ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അവന്റെ തലയ്ക്ക് അടി കിട്ടിയതോടുകൂടി തന്നെ അവന്റെ ഓർമ്മശക്തി പോയെന്ന് അറിയാൻ സാധിച്ചത്. രാഹുൽ പറയുന്നുണ്ട്, സത്യമാണ് വിക്രം നീ പറയണത്, നീ ഈ വിവരം എങ്ങനെയാ അറിഞ്ഞത്? ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ വഴിയാ അറിഞ്ഞത്. അവൻ പറഞ്ഞത് ഒട്ടും ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. ആരെ കണ്ടാലും ഓർമ്മയില്ല, എന്തിന് സ്വന്തം മോനെ പോലും കണ്ടിട്ട് അവന് ഓർമ്മയില്ലെന്നാ പറയണത്. എന്തായാലും അവൻ ചത്തില്ലെങ്കിലും ചത്ത ശവം പോലെ തന്നെയായി എന്ന് പറയാണ്. അപ്പൊ പ്രകാശിന് രാഹുലും പറഞ്ഞിട്ട്, ഹാവു, അപ്പൊ അവന് ഓർമ്മശക്തിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടൂടെ പ്രകാശ, അവനെ പോയിട്ടൊന്ന് കളിയാക്കിയിട്ടൊക്കെ ഒന്ന് വരാം. അവന്റെ മുമ്പിൽ ഇപ്പൊ എന്ത് ചെയ്താലും അവന് നമ്മളൊന്നും ഓർമ്മയില്ലല്ലോ, നമ്മൾ പറഞ്ഞത് എന്തായാലും അവൻ വിശ്വസിക്കുകയും ചെയ്യും. നമുക്ക് സന്തോഷിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് പ്രകാശ. എന്തായാലും ഇത് തന്നെയാ നല്ലത്. അവനെ കുറിച്ച് ആലോചിച്ചിട്ട് അവന്റെ അച്ഛനമ്മേനെ ഒരുപാട് വിഷമിക്കും. അവൻ മരിക്കണേക്കാളും നല്ലത് ഇത് തന്നെയാണ് പ്രകാശ. ഓർമ്മശക്തി ഇല്ലാതെ നിൽക്കുന്ന കിരൺ, പക്ഷെ മരിച്ചു പോണ കല്യാണി, അവരുടെ ജീവിതം അങ്ങനെ അങ്ങനെ തീരട്ടേട പ്രകാശ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാട്ടോ. പ്രകാശം പറഞ്ഞിട്ട്, ആദ്യം ഞാൻ പോയിട്ടൊന്ന് ആ ഓർമ്മശക്തി ഇല്ലാത്ത മന്ദബുദ്ധിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കിരൺ ഓർമ്മയില്ലാത്ത പോലെ തന്നെ അങ്ങോട്ട് കിടക്കുവാട്ടോ, അഭിനയിച്ച് അങ്ങോട്ട് കിടക്കുവാണ്. അങ്ങനെ ആദ്യം പ്രകാശം വരുന്നുണ്ട്, കിരണിന്റെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുവാട്ടോ. കിരണിന് ചിരി വരികയാണ്, പക്ഷെ കിരൺ ഓർമ്മയില്ലാത്ത പോലെ കാണിക്കാണ്. അങ്ങനെ ഓർമ്മശക്തി ഇല്ലാന്ന് അഭിനയിക്കുന്ന കിരണിന്റെ മുമ്പിൽ എന്തോരം സത്യങ്ങളാണ് പുറത്തു വരാൻ പോണെന്ന് അറിയാവോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.